ತಂದಿನ್ನೆ ತಂದಾನೋ ತಾದಿನ್ನೆ ತಂದಾನೋ ಎಲ್ಲೆಲ್ಲೂ ಏಲೇಲೋ ಎಲ್ಲೆಲ್ಲೂ ಏಲೇಲೋ ഏലേലോ എലേലോ ഏലേലോ നമ്മുടെ വഞ്ചിയതാ കൊണ്ടുപോകുന്നു കുക്കുട പൂജനവും പൊങ്ങുന്നു കേട്ടില്ലേ എലേലോ ഏലേലോ എലേലോ ഏലേലോ ഏലേലോ എലേലോ ഏലേലോ നമ്മുടെ വഞ്ചിയതാ കൊണ്ടുപോകുന്നു കുക്കുട പൂജനവും പൊങ്ങുന്നു കേട്ടില്ലേ എലേലോ ഏലേലോ എലേലോ. ഇത്തിരി ഭൂമിയിൽ നീ എന്തുമാത്രം അത്ഭുതം കാട്ടുന്നു. അതിന് ഉദാഹരണമാണ് ഗ്രഹീതമായ നിന്റെ മുന്തിരിത്തോട്ടം. മനോഹരമായ കാഴ്ച ആരിലാണ് കവിതയും ഉണ്ടാക്കാത്തത്? നക്ഷത്രങ്ങൾ മെഴിചുമുന്ന ശാന്തമായ ആകാശം പോലെയാണ് എന്റെ ഈ കൃഷിയിടം. എത്ര കരുത്തുള്ള മുന്തിരിച്ചെടികൾ, ഫലത്തിന്റെ ഭാരത്താൽ ചാഞ്ഞു കിടക്കുന്ന ശാഖകൾ. ഒരു കൃഷിക്കാരന് തന്റെ അധ്വാനത്തിന് ചാരിതാർത്ഥ്യമേകാൻ ഇതിൽ പരം മറ്റെന്ത് വേണം? നാബോത്ത്, അനുഗ്രഹീതനാണ് നീ നിന്റെ കുടുംബവും. ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. സത്യം പറഞ്ഞാൽ അസൂയ ഉളവാക്കുന്നതാണ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം. ഇസ്രായേലിന്റെ താഴ്വരയിൽ മേയുന്ന ആട്ടിൻകൂട്ടങ്ങൾക്ക് ഉടമണി ചാർത്തിയ പോലുള്ള മുന്തിരിക്കുലകൾ എത്ര മനോഹരമായിരിക്കുന്നു. നാബോത്ത്, നീ ശരിക്കും ഭാഗ്യവാൻ തന്നെ. എല്ലാം കരുണാമയനായ യഹോവയുടെ അനുഗ്രഹം, പിന്നെ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും നിതാന്തമായ അധ്വാനവും. ഇക്കുറി മഴ തീരെ ലഭിച്ചില്ല. ഞാറ്റുവേല ചതിച്ചോ എന്ന് ശങ്കിക്കണം. തോൽക്കാൻ എൻ്റെ ഭാര്യ മക്കളും തയ്യാറല്ല. കണ്ടില്ലേ മക്കളുടെ ഉത്സാഹം, ഭാര്യയുടെ ശ്രദ്ധ. അവൾക്ക് ഓരോ മുന്തിരിച്ചെടിയും അവളുടെ മക്കൾക്ക് തുല്യമാണ്. അവന്റെ മനസ്സറിഞ്ഞ് അതിനൊപ്പം നിൽക്കുന്ന ഭാര്യ, അപ്പന്റെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ ചാലിച്ചു തരുന്ന മക്കൾ. നാബോത്ത്, നീ ഈ ഭൂമിയിൽ തന്നെ സ്വർഗസൗഭാഗ്യം അനുഭവിക്കുന്ന ചുരുക്കം ചിലർ ഒരുവനാണ്. കുടുംബം കൂടെയുണ്ടെങ്കിൽ അത് പകരുന്ന ശക്തി അപാരമാണ്. അതാണ് എൻ്റെ കരുത്ത്. ആ കാണുന്ന അരുവിയിൽ നിന്ന് എൻ്റെ മക്കൾ വെള്ളം എത്രയോ കോരി. കിളിശല്യമായിരുന്നു ഏറ്റവും വലിയ ഭീഷണി. പുലരുവോളം മരമണി മുഴക്കി ഭാര്യ ഈ തോട്ടത്തിന് കാവലിരുന്നു. ഇത് ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിന്റെ സർവസ്വമാണ്. ഇവിടെ തളിർക്കുന്നതും പൂക്കുന്നതും വലമണിയുന്നതും ഞങ്ങളുടെ സ്വപ്നങ്ങളാണ്. സംഘത്തിന്റെ വിളവെടുപ്പ് പദ്ധതികൾ വേണ്ട വിധം സംവിധാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും സമയത്തിന് വിളവെടുക്കണമല്ലോ. വിളവെടുപ്പിന്റെ തുടക്കം നാബോത്തിന്റെ തോട്ടത്തിൽ തന്നെയായാൽ പിന്നെയുള്ള വിളവെടുപ്പിലൊക്കെ അദ്ദേഹത്തിന് നേതൃത്വം നൽകാമല്ലോ. അത് നല്ലൊരു ആശയമാണ്. നമുക്ക് നാളെ തന്നെ തുടങ്ങിയാലോ? നാബോത്ത്, നീ എന്തു പറയുന്നു? എല്ലാം നിങ്ങൾ നിശ്ചയിക്കുന്ന പോലെ. നേരെ വൈകി ഇവിടെ നിന്നാൽ നേരം പോകുന്ന അറിയുന്നില്ല. നമുക്ക് നാളെ കാലത്ത് കാണാം. എന്നാൽ ശരി, നമുക്ക് നാളെ കാണാം. നേരത്തെ വരണേ. അത്താഴം മേടിക്കട്ടെ? മക്കൾ കഴിച്ചോ? അവർ അപ്പൻ വന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശിയിലാണ്. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ.
പെരുന്നാൾ ദിനമായ ഇന്ന് നീ നമുക്കായി ഒരുക്കി ഈ ആനന്ദവേള നമുക്കേറെ ആസ്വാദ്യകരമായിരുന്നു. നർത്തനത്തെക്കാൾ നമ്മുടെ ശിരസിനെ മത്തുപിടിപ്പിച്ചത് സുഗന്ധമേറുന്ന ഈ വീഞ്ഞിന്റെ രുചിയായിരുന്നു. നന്ദി, എല്ലാറ്റിനും നന്ദി. പ്രഭു, ആ വീഞ്ഞ് വളരെ നന്നായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാം അത് അങ്ങേക്ക് വിളമ്പിയത്. നമ്മുടെ രാജ്യത്ത് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും രുചികരമാണിത്. അപ്പോൾ നമ്മുടെ പട്ടമഹർഷി ആ കാര്യത്തിൽ ഒരു ഗവേഷണം തന്നെ നടത്തിയിരിക്കുന്നു എന്ന് സാരം. പ്രഭു, നമ്മുടെ കൊട്ടാരത്തിന്റെ മട്ടുപാവിലെ ശയ്യാഗ്രഹത്തിന്റെ പടിഞ്ഞാറ് കിളിവാതിൽ തുറന്നു നോക്കിയാൽ മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. അങ്ങ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴുത്ത മുന്തിരിയുടെയും നീർമാതളത്തിന്റെയും സുഗന്ധം വഹിച്ചെത്തുന്ന ഈറൻ കാറ്റ് ഇഷ്ടമാണ്, നമുക്കൊരുപാട് ഇഷ്ടമാണ്. ആ സുഗന്ധം അത് എവിടെ നിന്ന് വരുന്നു? അത് നാം കണ്ടുപിടിച്ചു. നാബോദിന്റെ കൃഷിയിടത്തിൽ നിന്നും വരുന്നതാണ് ഈ സുഗന്ധം. വർഷം മുഴുവനും തലയിട്ട് നിൽക്കുന്ന നാബോദിന്റെ മുന്തിരിത്തോട്ടം എനിക്കിപ്പോൾ ബലഹീനതയാണ്. എനിക്കുള്ള ജന്മദിന സമ്മാനമായി നാബോദിന്റെ മുന്തിരിത്തോട്ടം അങ്ങ് എനിക്കായി വാങ്ങിത്തരണം. അത് നിസ്സാരമായൊരു സമ്മാനമല്ലേ, നാം അത് നൽകും. മറ്റെന്താണ് പ്രിയതമയ്ക്ക് വേണ്ടത്? ചോദിച്ചോളൂ, ചോദിച്ചോളൂ. മറ്റൊന്നും വേണ്ട, നാബോദിന്റെ മുന്തിരിത്തോട്ടം മാത്രം. എങ്കിൽ അത് സന്ദർശിക്കാനും സ്വന്തമാക്കാനും നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം. വരൂ. തന്നിന്നെ തന്നാനോ താതിന്നെ തന്നാനോ എല്ലെല്ലും ഏലേലോ എല്ലെല്ലും ഏലേലോ ഏലേലോ എല്ലെല്ലും ഏലേലോ നമ്മുടെ വഞ്ചിയതാ കേക്കൊട്ടു പോകുന്നു കുക്കുട കൂജനവും പൊങ്ങുന്നു കേട്ടില്ലേ എല്ലെല്ലും ഏലേലോ എല്ലെല്ലും ഏലേലോ ഏലേലോ എല്ലെല്ലും ഏലേലോ നമ്മുടെ വഞ്ചിയതാ കേക്കൊട്ടു പോകുന്നു കുക്കുട കൂജനവും പൊങ്ങുന്നു കേട്ടില്ലേ എല്ലെല്ലും ഏലേലോ എല്ലെല്ലും മുന്തിരിക്കുലകൾ പൊട്ടിച്ചിരിക്കും തോറും വർദ്ധിച്ചിരിക്കുന്ന പോലെ ഇത്രയേറെ മുന്തിരിപ്പഴങ്ങൾ ഈ ഇലകൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആരറിഞ്ഞു? ഓരോ പൂക്കുല വിരിയുമ്പോഴും ഞാൻ അറിയുന്നുണ്ട് അതിലെത്ര പഴങ്ങൾ വിരിയുമെന്ന് എനിക്കറിയാം. മഹാരാജാവിന് ഈ വഴി അങ്ങോട്ടെങ്കിലും പോകുവാനായിരിക്കും.
ആയിരിക്കില്ല. എന്നെ പോലെ ഒരു സാധു മനുഷ്യനെ മഹാരാജാവ് ഇങ്ങോട്ട് വന്ന് കാണേണ്ട കാര്യം എന്താ? വിളവെടുപ്പാണല്ലേ, നല്ല മുഹൂർത്തം. ഈ മുന്തിരിപ്പഴങ്ങൾ കണ്ടിട്ട് തന്നെ നാവിൽ വെള്ളമൂറുന്നു. ഒരു കുല മുന്തിരി നമുക്ക് കൂടി തന്നുകൂടെ നബോത്ത്? മഹാരാജൻ മാപ്പാക്കണം. അങ്ങ് ഈ ദാസന്റെ കൃഷിയിടത്തിലേക്ക് എഴുന്നള്ളിയ വിസ്മയത്തിൽ ഞാനെല്ലാം മറന്നു. രുചിക്കാതെ സ്വാദറിയുന്നു നാം. എന്തൊരു മാധുര്യം! അലങ്കാരമായി പറയുകയല്ല നാബോത്ത്, നീ കൃഷിയുടെ മർമ്മം അറിഞ്ഞവൻ തന്നെ. നാബോത്തിനെ പോലുള്ളവരാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത്. നമുക്കതിൽ അഭിമാനമുണ്ട്. മഹാരാജാവേ, അവിടുത്തെ നല്ല വാക്കുകൾക്ക് നന്ദി. വിയർപ്പൊഴുക്കിയാൽ പൊന്നു വിളയുന്നതാണ് നമ്മുടെ നാട്ടിലെ മണ്ണ്. കൃഷിക്കാരൻ തന്റെ ദൗത്യം കൃത്യമായി നിർവഹിച്ചാൽ മാത്രം മതി. ഇവരൊക്കെ അയൽക്കാരായിരിക്കുമല്ലേ? നിങ്ങളൊന്ന് പുറത്തു പോകൂ. നമുക്ക് നാബോത്തിനോട് സ്വകാര്യമായി ചിലതൊക്കെ പറയുവാനുണ്ട്. നാബോത്ത്, നിന്നെ പോലെ ഒരു മികച്ച കൃഷിക്കാരന് ഇത്രയും കൃഷിയിടം തീരെ പോരാ. ഞാൻ നിനക്ക് കൂടുതൽ കൃഷിയിടം നൽകും. നിന്റെ അർഹതയ്ക്കുള്ള അംഗീകാരമാണത്. മഹാരാജാവേ, അവിടുത്തെ നല്ല വാക്കുകൾക്ക് നന്ദി. നാം അങ്ങനെ ചെയ്യുമ്പോൾ നാബോത്ത് ചെറിയൊരു കാര്യം നമുക്കായി ചെയ്തു തരണം. എന്താണെന്ന് പറഞ്ഞാൽ? നിന്റെ ഈ കൃഷിയിടം മഹാറാണിക്ക് നന്നേ ഇഷ്ടമായി. ഞാനിത് റാണിക്ക് ജന്മദിന സമ്മാനമായി നൽകാൻ ആഗ്രഹിക്കുന്നു. പകരമായി പൊന്നോ പണമോ മറ്റു കൃഷിയിടമോ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. മഹാരാജൻ പറഞ്ഞോളൂ, എന്ത് വേണം നിനക്ക്? എനിക്കൊന്നും വേണ്ട. അങ്ങന്റെ ചങ്ക് വരണമെന്ന് പറിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്യും. ദയവായി അടിയന്റെ കൃഷിയിടം മാത്രം അങ്ങ് ചോദിക്കരുത്. നമ്മുടെ രാജ്യാധികാരത്തിന് മുന്നിൽ കേവലം ഒരു കൃഷിക്കാരന്റെ അവകാശവാദം വേണ്ട. രാജ്യവും രാജ്യത്തുള്ള സമ്പത്തും രാജാവിന് അവകാശപ്പെട്ടതാണ്. അത് നിനക്ക് അറിഞ്ഞുകൂടെ നബോത്ത്? മഹാരാജൻ, അങ്ങയുടെ രാജമോഹങ്ങൾക്ക് മുന്നിൽ കേവലം ദുർബലനായ കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾക്ക് തെല്ലും സ്ഥാനമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അപേക്ഷിക്കുകയാണ്. ദയവായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മണ്ണിൽ അങ്ങ് അവകാശവാദം ഉന്നയിക്കരുതേ. വിലപേശൽ നമ്മോട് വേണ്ട. നമുക്കതിൽ തെല്ലും താല്പര്യവുമില്ല. അടിയന്റെ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ജീവനുള്ള സ്മരണകൾ പച്ച പിടിച്ചു നിൽക്കുന്ന മണ്ണാണിത്. പിതാമഹന്മാരുടെ ആത്മാക്കൾ അന്തിയുറങ്ങുന്ന മണ്ണ്. ദയവായി അങ്ങ് ഇത് മാത്രം അടിയനോട് ചോദിക്കരുതേ. നിന്റെ ന്യായവാദങ്ങൾ കേൾക്കാൻ നാം അവസരം ഒരുക്കുന്നുണ്ട്. അവിടെ നിനക്ക് വേണ്ടത് ലഭ്യമാവുക തന്നെ ചെയ്യും. ഈ നാട് വാഴുന്നത് പ്രജാവത്സലനായ ആഹാബ് രാജാവാണ്. മഹാരാജൻ, ഇല്ല, ഞാനിത് ഇല്ല, എനിക്കിതിന് കഴിയില്ല. മഹാരാജൻ, ഞാനിത് വിട്ടുതരില്ല. എനിക്കിത് കഴിയില്ല. എന്റെ പുന്നാര മക്കൾ, അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? പകൽ മുഴുവൻ വെള്ളം കോരി തളർന്ന എന്റെ അരുമ മക്കൾക്ക് ഈ വിളവെടുപ്പ് നാളിൽ ഒരു കൂല മുന്തിരി തിന്നാൻ ഭാഗ്യമില്ലെന്നോ? രാത്രിയെ നിദ്രാവിഹീനങ്ങളാക്കി ഈ തോട്ടത്തിന് കാവലിരുന്ന എന്റെ സഹധർമ്മിയുടെ കണ്ണുനീരിന് മുന്നിൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? ഇല്ല, ഞാനിത് ആർക്കും വിട്ടുകൊടുക്കില്ല. ഇല്ല, ഞാനിത് ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്കതാറില്ല.
നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? എന്റെ ഈ മുന്തിരിത്തോട്ടം എന്നിൽ നിന്നെടുക്കരുത് പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? ചിന്തിച്ച് മനസ്സ് വിഷമിക്കണ്ട. മൗനമാണ് ഭൂഷണം. നാബോത്ത്, രാജ താല്പര്യമാണ്. ഭൂമി രാജാവിന് അവകാശപ്പെട്ടതാണ്. അഥവാ മറിച്ചാണെന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത് നാബോത്ത്? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്കും മക്കൾക്ക് അവകാശപ്പെട്ട മണ്ണാണിത്. ഞാൻ ഇതാർക്കും വിട്ടുകൊടുക്കില്ല. നാബോത്ത്, നീ ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയെ പോലെ ചാട്ടിൻ പിടിക്കുകയാണ്. നിന്റെ അവകാശം വാങ്ങാത്തത് അംഗീകാരമെന്ന് ഒരു പാഴ് സ്വപ്നം മാത്രമാണ് ചങ്ങാതി. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊക്കെ നന്നായി അറിയാം, എന്റെ ചോരയും നീരും വീട് കുതിർന്ന മണ്ണാണിത്. എനിക്കിത് വിട്ടുകൊടുക്കാനാവില്ല. ഈ തോട്ടത്തിന് പകരമായി കൂടുതൽ കൃഷികൾ നേടി ബുദ്ധിപരമായി ചിന്തിക്കുകയാണ് നിന്റെ കുടുംബത്തിന്റെ ഭാവിക്ക് നല്ലത്. അധികാരികളുടെയും പ്രതാപികളുടെയും പിടിയാളുകളുടെയും ശബ്ദമാണ് ഞാൻ ഈ കേൾക്കുന്നത്. നിങ്ങൾ രാജപക്ഷവാദികളാണ്, അധർമ്മത്തിന് വിളക്ക് തെളിക്കുന്നവർ. നാബോത്ത്, ദുർബലരായ മനുഷ്യർക്ക് സ്വന്തമായുള്ളതൊന്നും ചെയ്യുവാൻ കഴിയാത്ത വൃത്തികെട്ട വ്യവസ്ഥയിലെ ചിരമ്പിച്ച സ്വരമാണ് നമ്മുടേത്. ഇത് വിധിയാണ്. വിധി? നിഷ്ഠകരായ മനുഷ്യർക്ക് സ്വയം സമാധാനിക്കാൻ ആരോധി തന്ന നിരർത്ഥക മന്ത്രം അത് ഏറ്റുചൊല്ലാൻ എനിക്ക് മനസ്സില്ല. ഇത് വിധിയല്ല, അധർമ്മമാണ്, അധർമ്മം. പ്രതികരിക്കാൻ ആയുധമില്ലാത്തവന്റെ ആത്മഹത്യാപരമായ നീക്കമാണിത്, നാശത്തിലേക്കുള്ള കുതിപ്പ്. ഇല്ല, ഞാൻ നിശബ്ദനാകില്ല. എന്റെ കണ്ടനാളത്തിൽ അവസാനത്തെ സ്ഥലവും അസ്തമിച്ചാൽ മാത്രമേ ഈ നിർജ്ജലമായ കാടത്തത്തിനെതിരെ ഞാൻ നിശബ്ദനാകൂ. ഞാൻ ഉറക്കെ തന്നെ പറയും, ഇത് അനീതിയാണ്, അധർമ്മമാണ്, ചൂഷണമാണ്. നാട് വാഴുന്ന മഹാരാജാവിന്റെ ഉടവാളിന്റെ മൂർച്ചയെറിയാൻ കഴുത്തു നീട്ടാൻ മടിയുണ്ടായിട്ടല്ല നാബോത്ത്, മറിച്ച് അത് അർത്ഥശൂന്യമായതുകൊണ്ടാണ് കൃഷിത്തോട്ടം വിട്ടുകൊടുക്കാൻ നിന്നെ ഉപദേശിച്ചത്. ഇനിയെല്ലാം നിന്റെ യുക്തം പോലെ. സഹോദരന്റെ അവകാശങ്ങൾ മറ്റുള്ളവർ തട്ടിയെടുക്കുന്നത് തടയാൻ ത്രാണിയില്ലെങ്കിൽ പോയിക്കോളൂ. നാബോത്ത്, നിന്റെ വിധിയെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. നിന്റെ നിശ്ചയദാർഢ്യം ഞങ്ങളെ അഭിമാന പുളകിതരാക്കുന്നു. നിന്റെ ഈ തുടക്കം മുതൽ ഞങ്ങളുടെ മനസ്സ് നിന്നോടൊപ്പമാണ് നാബോത്ത്. പോയിക്കോളൂ, എല്ലാരും പോയിക്കോളൂ. എല്ലാം പോയിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. ഞാൻ മക്കളെ പോലെ പോറ്റി വളർത്തിയ എന്റെ കൃഷിയിടം നശിക്കട്ടെ. ആരും അനുഭവിക്കാതെ നശിക്കട്ടെ, ആരും അനുഭവിക്കാതെ നശിക്കട്ടെ. മക്കളെ, അനുസരിക്കേ തരമുള്ളൂ. ദുർബലന്റെ എതിർപ്പിന് എന്ത് പ്രസക്തി? അധികാരവർഗത്തിന്റെ കൈകളിലെ കളിപ്പാവുകളാണ് നാം. ചരട് വലിക്കുന്നതനുസരിച്ച് ആടിക്കളിക്കാൻ വിധിക്കപ്പെട്ടവർ. മക്കളുടെ വേദന ഒരപ്പന് മനസ്സിലാകും. ഭാര്യയുടെ നൊമ്പരം ഒരു ഭർത്താവിനെ ഉൾക്കൊള്ളാൻ കഴിയൂ. എന്നാൽ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ ആര് മനസ്സിലാക്കാൻ? ഇല്ല, വിട്ടുകൊടുക്കില്ല. എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ഭാര്യ, എന്റെ കുടുംബം, ഇതൊരു രാജാവിന് അംഗീകരിക്കാനാവില്ലെങ്കിലും അന്തരെ പോലെ നോക്കി നിൽക്കാൻ എനിക്കെന്നല്ല, ഈ ലോകത്ത് ഒരു ഗ്രഹനാഥനും കഴിയില്ല. ഇത് എന്റെ ചോരയാണ്, എന്റെ ജീവനാണ്, എന്റെ വിയർപ്പാണ്. ഇല്ല, ഇല്ല, എന്നിൽ നിന്ന് അകറ്റാൻ ഒരു രാജാവിനോ ഒരു അധികാരത്തിനോ കഴിയില്ല. രാജാവിന്റെ രാജദ്രോഹ കുറ്റം ചുമത്തി തുറകിലടച്ചേക്കാം, എന്നെ കഴിവേറ്റി കൊന്നേക്കാം. അതാണ് സ്വന്തം പ്രയത്ന ഫലം മറ്റുള്ളവർ തട്ടിയെടുക്കുന്നത്
വെറും കൈയോടെ നോക്കി നിൽക്കുന്നതിനേക്കാൾ നല്ലത്. ഞാൻ വിട്ടുകൊടുക്കില്ല, എനിക്കതിന് കഴിയില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. ഇല്ല, എനിക്കതിന് കഴിയില്ല മക്കളെ. മഹാപരാധം ചെയ്തവന് തുല്യമായി ജനമധ്യത്തിൽ പരസ്യ വിചാരണയ്ക്ക് വിധേയനായി ചെയ്യാത്ത കുറ്റങ്ങൾ കള്ളസാക്ഷികളുടെ പ്രസ്താവനകളുടെ വെളിച്ചത്തിൽ സ്വീകരിച്ച് നാബോത്ത് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് തുടർക്കഥ. എന്നാൽ അധികാരികളുടെ പീഡനങ്ങൾക്ക് മുമ്പിൽ പതറാതെ നിലകൊണ്ട ആത്മാഭിമാനിയുടെ ജീവിതകഥ ഇവിടം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പിറന്ന മണ്ണിനു വേണ്ടി പ്രാണൻ കൊടുത്ത ധീരദേശാഭിമാനികൾക്കൊപ്പം നിങ്ങളുടെ സ്മരണകളിൽ നാബോത്ത് എന്നും ജീവിക്കട്ടെ.